ഹലോ ഫ്രണ്ട്സ്, ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോണത് ഒരു അടിപൊളി മാംഗോ ഫ്രൂട്ടിയാണ്. അപ്പോൾ നമ്മൾ കടയിൽ നിന്നൊക്കെ 10 റുപ്യക്ക് 20 റുപ്യക്കൊക്കെ വാങ്ങി കുടിക്കുമ്പോൾ പെട്ടെന്ന് ഫ്രൂട്ടി തീരൂലേ, നമുക്ക് കൊതി തീരോളം കുടിക്കാൻ കിട്ടൂല. അപ്പോൾ നമുക്ക് കൊതി തീരോളം കുടിക്കാൻ വേണ്ടിയിട്ട് വളരെ സിമ്പിളായിട്ട് വീട്ടിൽ ഫ്രൂട്ടി ഉണ്ടാക്കിയാലോ. അതും ഒരു 2 മാങ്ങ വെച്ചിട്ടില്ലേ. അപ്പോൾ 2 പഴുത്ത മാങ്ങയാണ് എടുത്തിട്ട്, നല്ല പഴുത്ത മാങ്ങയിൽ ഒരു ഇടത്തരം പഴുത്ത മാങ്ങയാണ് എടുത്തുകൊണ്ട് ഇനി നമുക്കിതൊന്ന് തെത്തിക്കളഞ്ഞതിന് ശേഷം ഇതിൽ തൊലിക്കൊന്ന് മാറ്റി അതിൻ്റെ പഴുപ്പ് മാത്രമാക്കി ഒന്ന് എടുക്കണം. ഇതുപോലെ തന്നെ കേട്ടോ. ഇനി നമുക്കൊരു കുക്കറിലേക്ക് ഇട്ട് കൊടുക്കുക. കുറച്ച് വെള്ളം, ഒരു 2 ഏലക്ക കുത്തിയത് ഇട്ടിട്ട് ഒരു നല്ലോണം വേവിച്ചെടുക്കണം. അപ്പോൾ നിങ്ങൾ എൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് തൊട്ടടുത്തുള്ള ബെല്ലേക്ക് അമർത്താൻ മറക്കരുത്. അതുപോലെ തന്നെ ഇന്നൊന്ന് സപ്പോർട്ട് ചെയ്യാനും മറക്കണ്ട കേട്ടോ. ഇനി നമുക്കതൊന്ന് വേവിച്ചെടുത്തതിന് ശേഷം നമുക്കതിലേക്കൊരു പഞ്ചസാര സിറപ്പ് ഉണ്ടാക്കണം. അപ്പോൾ നല്ല മധുരമുള്ള മാങ്ങയാണെങ്കിൽ അതിനനുസരിച്ച് സിറപ്പ് ഉണ്ടാക്കിയാൽ മതി. ഞാൻ ഇപ്പോൾ ഒരു 3 കയ്യിൽ പഞ്ചസാര ചേർത്തിട്ട് ഇനി അതിലേക്ക് നമുക്കൊരു 1/2 കപ്പ് വെള്ളം ചേർത്ത് കൊടുക്കുക. 1/2 കപ്പ് ഇതിന് പ്രത്യേകിച്ച് കണക്കൊന്നുമില്ല, നമുക്ക് എത്ര വേണമെങ്കിലും വെള്ളം ചേർത്ത് കൊടുത്ത് ഈ പഞ്ചസാരക്കൊന്ന് അരിയുന്ന രീതിയിൽ നമുക്ക് അടുപ്പത്ത് വെച്ച് നല്ലപോലെ ഒന്ന് ഉരുക്കിയെടുക്കണം. അപ്പോൾ നമ്മൾ 1 കപ്പ് വെള്ളമാണ് വെക്കുന്നുണ്ടെങ്കിൽ ഒരു ഇത്തിരി കുറയണ രീതിയിൽ ഒന്ന് തിളച്ച് ഒരു ഇത്തിരി കുറയണ രീതിയിൽ നമുക്ക് നല്ലപോലെ ഒന്ന് ഇളക്കി കൊടുത്ത് പഞ്ചസാരക്കൊന്ന് അലിയിച്ച് ഒന്ന് വാങ്ങി വെച്ച് ചൂടാറാനും വേണ്ടി മാറ്റി വെക്കുക. അപ്പോഴേക്കും നമ്മളെ മാങ്ങയൊക്കെ നല്ലോണം വെന്തിട്ടുണ്ട്. ഇനി ഇതുപോലെ തന്നെ കയ്യിൽ വെച്ച് നല്ലോണം നുടച്ച് കൊടുക്കുക. എന്നിട്ട് നമുക്കൊരു അരിപ്പ് വെച്ചതിന് ശേഷം നല്ലോണം അരിച്ച് ആ ഒരു പളുപ്പ് അതിൻ്റെ വെന്ത പളുപ്പില്ലേ അത് മാത്രമാക്കി എടുക്കണം. അപ്പോൾ അതിൻ്റെ ആ ചുരുക്കെല്ലാം പോലെ ഒരു നാര് പോലുള്ളതൊക്കെ നമുക്ക് പറ്റങ്ങോട്ട് ഒഴിവാക്കിയെടുക്കാം കേട്ടോ. അപ്പോൾ ഇതുപോലെ തന്നെ ഫുള്ളായിട്ട് നമ്മൾ അരിച്ചെടുത്തിക്കണേ. ഇനി നമുക്ക് ഈ അരിച്ചെടുത്തത് ചൂടാറിയതിന് ശേഷം ഒരു പാത്രത്തിലാക്കി, ഒരു വെള്ളം നനവൊന്നുമില്ലാത്ത പാത്രത്തിലാക്കി മാറ്റി വെക്കണമെങ്കിൽ മാങ്ങൻ്റെ കാലമൊക്കെ കഴിഞ്ഞിട്ട് മാങ്ങക്ക് പൂതിയാകുമ്പോൾ ഇതുപോലെ തന്നെ എടുത്ത് വെള്ളം കലക്കി കുടിക്കാനൊക്കെ നല്ല ടേസ്റ്റ് തന്നെയാണ് കേട്ടോ. ഇന്നാണ് ഉണ്ടാക്കുന്നത് ഫ്രൂട്ടിയാണ്, അതുകൊണ്ട് തന്നെ നമുക്ക് അതിലേക്ക് ഒരു പാകത്തെ അയവിൽ പഞ്ചസാര സിറപ്പ് ഒഴിച്ചു കൊടുക്കുകയാണ്. എന്നിട്ട് ഫ്രൂട്ടൊക്കെ കഴിക്കുമ്പോൾ നമുക്കൊരു അഴവ് തോന്നില്ലേ, അതിൻ്റെ അഴവ് ആവുന്നത് വരെ തന്നെ ഇതുപോലെ തന്നെ പഞ്ചസാര സിറപ്പ് ഒഴിച്ചു കൊടുക്കുക. ഇത്ര മധുരം വേണ്ടെങ്കിൽ തിളപ്പിച്ചാറിയ വെള്ളം ഒഴിച്ചു കൊടുക്കുക. എന്നിട്ട് കുറേ കാലം സൂക്ഷിക്കാനും വേണ്ടിയിട്ടാണ് നമ്മൾ തിളപ്പിച്ചാറിയ വെള്ളം തന്നെ ഉപയോഗിക്കുന്നത്. ഇപ്പോൾ നമുക്ക് പാകത്തെ അയവ് കിട്ടിക്കണേ, പാകത്തെ മധുരം അയക്കണേ. ഇനി നമുക്കിത് അതിനെ ഫ്രിഡ്ജിൽ വെച്ച് തണുപ്പിച്ച് കഴിക്കാൻ നല്ല അടിപൊളി ഫ്രൂട്ടി കേട്ടോ. വളരെ സിമ്പിളല്ലേ ഉണ്ടാക്കാൻ, പക്ഷെ നമുക്ക് കൊതി തീരോളം കുടിക്കുകയും ചെയ്യാം. ഇനി അഥവാ കുറച്ച് റിസ്ക് എടുത്താൽ തന്നെ കൊതി തീരോളം കുടിക്കാമെങ്കിൽ നമുക്കൊന്ന് റിസ്ക് എടുത്തൂടെ. അപ്പോൾ എല്ലാവരും ഉണ്ടാക്കി നോക്കുക. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാൻ ഷെയർ ചെയ്യാൻ മറക്കണ്ടേ.